ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പുതിയ രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നൽകുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് വായിച്ച് ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി കുട്ടികൾ ലാബ് ചെയ്യുന്നു, ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുന്നു. ഈ രീതിയിലാണ് കഴിഞ്ഞ വർഷം വരെ മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ വർഷം ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി എക്സാമിനേഷൻ സംഘടിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് പലവിധ നേട്ടങ്ങളാണ്. എന്നാൽ അധ്യാപകർക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അറേഞ്ച്മെന്റ്സ് കൂടുതലായിട്ട് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് കുറച്ച് കൂടുതൽ സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും എക്സാമിനേഷൻ സംഘടിപ്പിക്കാൻ. കുട്ടികൾക്ക് അതിന്റെ യാതൊരു പ്രശ്നങ്ങളും തന്നെ ഇല്ല. നേട്ടമാണ് കൂടുതലായിട്ട് കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യത സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് എക്സാമിനേഷൻ നടത്തുമ്പോൾ. തീർച്ചയായും നിങ്ങൾക്കറിയാം 2023-2024 ഈ 2 വർഷത്തെയും പ്രീവിയസ് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സമാനമായ അതേ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 2025-ലും പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യത. ഈ 2 വർഷത്തെയും പ്രീവിയസ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് ക്വസ്റ്റ്യൻസ് ഓരോ ലാബിൽ നിന്നും എങ്ങനെയാണ് ചോദിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ആൻസേഴ്സ് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റ് രേഖപ്പെടുത്തണം, ഓരോ ലാബിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്ന് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാബിന്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഡീറ്റെയിൽഡ് ക്ലാസ് കാണുന്നതും സഹായകരമാകും. ഈ വർഷം 8 ലാബാണ് നിങ്ങൾ എക്സാമിനേഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കൺസേൺ അധ്യാപകർ ആ 8 ലാബ് ഏതൊക്കെയാണെന്ന് നിങ്ങളെ അറിയിക്കും. ഫസ്റ്റ് ഇയറിലെ 4 ലാബ്, സെക്കൻഡ് ഇയറിലെ 4 ലാബ്. ടീച്ചേഴ്സ് പറയുന്ന ലാബ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഈ 8 ലാബിൽ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് 6 ലാബ് ചൂസ് ചെയ്ത് നൽകും. ആ 6 ലാബിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എനി 4 ഏതെങ്കിലും 4 ലാബ് ഫുള്ളായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 32 മാർക്സ് കിട്ടും. ഓരോ ലാബിനും 8 മാർക്കാണ്. അത് നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ലാബിലും 8 മാർക്ക് ആൻസർ ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്താൽ അത് സ്കോർ ചെയ്യാൻ സാധിക്കും. എങ്കിലും ലാബ് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ക്ലാസ് കൂടെ കണ്ടു കഴിഞ്ഞാൽ ആ ലാബിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലാബ് ആക്ടിവിറ്റീസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ 2024-2025 എന്ന പ്ലേലിസ്റ്റിൽ ആ ക്ലാസ്സുകൾ കാണുവാൻ സാധിക്കും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്നാണ്. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കൈവശമുണ്ട്. അത് നോക്കിയാണ് പല കമാൻഡും നമ്മൾ ടൈപ്പ് ചെയ്തത്. ഈ വർഷം അങ്ങനെ കമാൻഡുകൾ പലതും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ചില കമാൻഡുകൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. എന്നാൽ ഒത്തിരി കമാൻഡുകൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് സമയം ലാഭിക്കാൻ സാധിക്കും. അത് എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ എക്സാമിനേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നു. സോ നിങ്ങൾക്കറിയാം ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യാനൊക്കെ അറിയാം. ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക, എഡ്യൂക്കേഷൻ, ദെൻ എന്താണ് ജിയോജിബ്ര. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ട് മനസ്സിലാക്കാം. ഞാൻ 2024-ൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്ന ലാബിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മുടെ പുതിയ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഈ കൺസ്ട്രെയിൻസ് നമ്മൾ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന്റെ കമാൻഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ കമാൻഡ് പഴയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ജിയോജിബ്ര വിൻഡോയുടെ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്തത്. ആ ലെങ്തി ആയിട്ടുള്ള കമാൻഡ് ആണ് 2x + y അല്ലെ ആദ്യത്തത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 6 ആൻഡ് അടുത്തത് x + 2y ഗ്രേറ്റർ ദാൻ അടുത്ത ഈക്വൽ ടു 6 ആൻഡ് ഇങ്ങനെ വളരെ ലെങ്തി ആയിട്ടുള്ള കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്താണ് കൊടുത്തത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് സോഫ്റ്റ് കോപ്പി നമ്മുടെ കൈവശമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഈ കമാൻഡ് ഏതാണ്? ഈ ഇൻപുട്ട് കമാൻഡ് സെലക്ട് ചെയ്യുക. അല്ലാതെ മേളിലുള്ള ഇതല്ല സെലക്ട് ചെയ്യേണ്ടത്. ഇൻപുട്ട് കമാൻഡ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ജസ്റ്റ് കർസർ അവിടെ കൊണ്ട് വയ്ക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക? അത് മാത്രം സെലക്ട്. ഇൻപുട്ട് കമാൻഡ് ഇനീക്വാളിറ്റി അതാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് സെലക്ട് ചെയ്യുക.
സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുക്കാം, അല്ലെങ്കിൽ കൺട്രോൾ സി കൊടുക്കാം. അതിനുശേഷം ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് കർസർ ഇവിടെ ലൈവ് ആക്കിയതിനു ശേഷം കൺട്രോൾ വി കൊടുത്ത് എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഗ്രാഫ് അവിടെ ഡ്രോ ചെയ്ത് വരുന്നതായി മനസ്സിലാക്കാം. അപ്പോൾ ആ ലെങ്തി കമാൻഡ് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാം അല്ലേ. അവിടെ കൺട്രോൾ സി, ഇവിടെ കൺട്രോൾ വി, അത്ര മാത്രം ഓർത്താൽ മതി. ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് ഫീസിബിൾ റീജിയൻ. അടുത്ത കോർണർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, കോർണർ പോയിന്റ്സും കിട്ടും. അതോടുകൂടി പരിപാടി കഴിഞ്ഞില്ലേ. കോർണർ എ എന്ന് കൊടുക്കുന്നു അല്ലെ, എൻ്റർ കൊടുക്കുമ്പോൾ കോർണർ പോയിന്റ്സ്, ഫീസിബിൾ റീജിയനിലെ കോർണർ പോയിന്റ്സ് എ, ഇ, ബി, ആ 3 കോർണർ പോയിന്റ്സിലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കാണുക. ഏതാണോ മാക്സിമം അതാണ് മാക്സിമം, ഏതാണോ മിനിമം അതാണ് മിനിമം. ഒരു ലാബ് കഴിഞ്ഞില്ലേ. വെരി സിമ്പിൾ. ഇതുപോലെ നിങ്ങൾക്ക് റിമൈനിങ് ക്വസ്റ്റ്യൻസ്, ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈ കമാൻഡ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെ. ഇൻപുട്ട് കമാൻഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനും കമാൻഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നേരത്തെ 15 മിനിറ്റ് എടുത്താണ് ഒരു ലാബ് ചെയ്തതെങ്കിൽ ഇപ്പോൾ 10 മിനിറ്റിനകത്ത് നമുക്ക് ലാബ് ചെയ്ത് തീർക്കാൻ സാധിക്കും. അത്രയ്ക്ക് ഈസിയാണ് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഓൺലൈനായിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ നൽകുന്നതിന്റെ ഒരു നേട്ടമാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ നമുക്ക് മറ്റൊരു ലാബ് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം പറഞ്ഞു. അടുത്ത് കണ്ടിന്യൂറ്റി എന്നൊരു ലാബ് ഉണ്ട്, ലിമിറ്റ് എന്നൊരു ലാബ് ഉണ്ട്. ആ ലാബൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ ഉപകാരപ്പെടും. ഈ സോഫ്റ്റ്വെയർ വഴി എക്സാമിനേഷൻ നടത്തുന്നത് കൊണ്ടുള്ള നേട്ടങ്ങളാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്, ഇവിടെ കണ്ടിന്യൂറ്റി എന്ന ലാബ്. ആദ്യം യൂസിങ് ഇൻപുട്ട് കമാൻഡ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. ഇത് ഇൻപുട്ട് കമാൻഡ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കണം. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് സെലക്ട് ചെയ്യുക, കൺട്രോൾ സി അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. എന്താണോ എളുപ്പം അത് ചെയ്യുക. കൺട്രോൾ സി ചെയ്തിട്ട് നമ്മുടെ വിൻഡോ ഓപ്പൺ ചെയ്ത് ഇതൊക്കെ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ വേണ്ട, ഒരു പുതിയ വിൻഡോ എടുക്കാം. പുതിയ വിൻഡോ എടുക്കാൻ അറിയാലോ, ഫയൽ എടുക്കുക, ന്യൂ വിൻഡോ, അത്രയേ ഉള്ളൂ പരിപാടി. അതിനൊന്ന് മാക്സിമൈസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് വ്യൂ ആക്കാൻ കൺട്രോൾ എം കൊടുക്കാം, റൈറ്റ് ക്ലിക്ക് ചെയ്തൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങൾക്കറിയാം. അടുത്ത് ഇവിടെ എന്താണ് ഞാൻ കൊടുക്കുന്നത്, കഴ്സർ കൊണ്ടുവച്ചിട്ട് കൺട്രോൾ വി, ദെൻ എൻ്റർ ചെയ്യുമ്പോൾ ഗ്രാഫ് കിട്ടി. വളരെ സിമ്പിൾ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ, നിങ്ങൾക്കറിയാം അല്ലേ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇഫ് അല്ലേ. അടുത്തെന്താണ്, ബ്രാക്കറ്റ് കൊടുത്ത് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 കോമ എക്സ് സ്ക്വയർ കോമ എക്സ് ഗ്രേറ്റർ ദാൻ, ഇത്രയും ടൈപ്പ് ചെയ്യണമായിരുന്നു അല്ലെ ഇൻപുട്ട് ബാറിൽ. ഇപ്പൊ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെയാണ് റിമൈനിങ് ക്വസ്റ്റ്യൻ. ഏതാണോ ചോദിക്കുന്നത് അതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഏതാണോ ചോദിക്കുന്നത് അത് മാത്രം സെലക്ട് ചെയ്യുക. കൺട്രോൾ സി കൊടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇത്തരത്തിൽ ഏത് ചെയ്യാം, കണ്ടിന്യൂറ്റി എന്ന ലാബ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇതേപോലെ തന്നെയാണ് ഏത് ലിമിറ്റ് എന്ന് പറയുന്ന ലാബിലെയും ക്വസ്റ്റ്യൻസ് അല്ലെ. ലാബ് 13 ആണ്, നിങ്ങൾക്കറിയാം. ലാബ് 13 ലിമിറ്റ്സ് കണ്ടോ, ഇഫ് കമാൻഡ് അല്ലെ. ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതെല്ലാം വളരെ നേട്ടമാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ലാബ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഇത് ഉപകാരപ്പെടും, സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് ലാബ് 18 ഫംഗ്ഷൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ മൈനസ് 4x പ്ലസ് 2. നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് ഈ ഇൻപുട്ട് ബാറിൽ ആ കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇവിടെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇൻപുട്ട് കമാൻഡ് തന്നിട്ടില്ല. നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻസിലെല്ലാം ഇൻപുട്ട് കമാൻഡ് എന്ന് പറഞ്ഞാൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ കൃത്യമായ ഗ്രാഫ് കിട്ടും. പക്ഷെ ഇവിടെ ഇൻപുട്ട് കമാൻഡ് തരാത്ത സ്ഥിതിക്ക് ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഈ ഫംഗ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. ഇതിന്റെ ഗ്രാഫ് ആണല്ലോ നമുക്ക് വരയ്ക്കേണ്ടത്. സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, കൺട്രോൾ സി, ദെൻ അല്ലെങ്കിൽ കോപ്പി അല്ലെ, എന്തുവേണോ ചെയ്യാം. നമ്മളെ ജിയോജിബ്ര വിൻഡോയിൽ ഇവിടെ കൊണ്ടുവന്ന് കൺട്രോൾ വി പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് വന്ന ക്വസ്റ്റ്യൻ നോക്കണ ഒരു ഗ്രാഫ് അല്ലെ. പ്രശ്നമുണ്ട്, 2x³ എന്നല്ല, 2x കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ട് 3 ആണ്. അപ്പൊ അപ്പർ ക്യാരക്ടർ 2x³ എന്നിവിടെ വന്നിട്ടില്ല. അത് ഇതിന്റെ ഒരു പ്രശ്നമാണ്. കാരണം എക്സാക്ട് കമാൻഡ് അല്ല അവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ കോപ്പി ചെയ്യുമ്പോൾ ഇൻപുട്ട് കമാൻഡ് അല്ലെങ്കിൽ ഒന്ന് നോക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് ശരിയാക്കുക. ഇവിടെ 2x³ എന്ന് പറഞ്ഞെങ്കിൽ എന്ത് കൊടുക്കണം, ക്യാപ്പ് കൊടുക്കണം. ക്യാപ്പ് അറിയാൻ ഷിഫ്റ്റ് നമ്പർ 6 അടിച്ചാൽ മതി. എൻ്റർ കൊടുക്കുമ്പോൾ ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടി, 2x³ മൈനസ് 4x പ്ലസ് 2. അപ്പൊ ഇത്തരത്തിൽ ഫംഗ്ഷൻസ് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇൻപുട്ട് കമാൻഡ് അല്ല നൽകിയിട്ടുള്ളതെങ്കിൽ ഇത് ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. അതേപോലെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പർ ക്യാരക്ടർ കൊടുത്തില്ല എങ്കിൽ കൃത്യമായിട്ട് നമുക്കത് കിട്ടത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് വേണമെങ്കിൽ ഒന്ന് ബോധ്യപ്പെടുത്തി തരാം. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മുടെ ജിയോജിബ്ര വിൻഡോയിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, കൺട്രോൾ വി അല്ലെ. അടുത്ത് ഞാനിതിപ്പോ ഇവിടെ അപ്പർ ക്യാരക്ടർ ഇല്ല, പക്ഷെ നമ്മൾ അബദ്ധത്തിൽ ഡയറക്റ്റ് ആയിട്ട്
എൻ്റർ കൊടുത്താൽ ഇതായി കണ്ടോ ഗ്രാഫ് കിട്ടും, പക്ഷെ അത് തെറ്റായ ഗ്രാഫ് ആയിരിക്കും. കണ്ടോ ഇവിടെ 3x.3 എന്നാണ് നടക്കുന്നത്, ഇൻറ്റു 3 എന്നാണ് നടക്കുന്നത്. അപ്പം അങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഇതൊക്കെ ശ്രദ്ധിക്കണം. എല്ലാം ഈസി ആകുമ്പോൾ ചില പണിയും വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ നിങ്ങൾ തീർച്ചയായും എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ലാബ് 80 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്യാം. ലിമിറ്റ് ഒക്കെ നമ്മൾ സൂചിപ്പിച്ചു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇനി ലാബ് 1-ൽ എല്ലാ സ്കൂളിലും ചെയ്യുന്ന ഒരു ലാബായിരിക്കും ലാബ് 1. അവിടെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ആ ലാബിൽ അപ്ലറ്റ് കൺസ്ട്രക്ഷനിൽ പ്രധാനമായിട്ടും ഒരു ബുദ്ധിമുട്ട് വരുന്ന ഈ 3 കമാൻഡ് കൊടുക്കുകയാണ്. ക്യാപിറ്റൽ A = A,0, ക്യാപിറ്റൽ B = A,f(a). ഇത്രയും ടൈപ്പ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇതും നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാം. ഇതാ നോക്കടാ, ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്. f(x = x³). ഇവിടെ കണ്ടോ കമാൻഡ് കറക്റ്റ് ആയിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലെ, x⁻²x⁻³ എന്ന്. അപ്പൊ ഇത് കോപ്പി പേസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തില്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് മനസ്സിലാവും. ഓക്കെ, അവിടെ ബ്രാക്കറ്റ് ഒരു പ്രശ്നമാണ്, കാരണം ആ ബ്രാക്കറ്റ് നമുക്ക് വേണ്ട. ഓക്കെ, ഇത്ര എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, Ctrl+C കൊടുക്കുക. ദെൻ എന്താണ്, നമ്മുടെ ജിയോജിബ്ര വിൻഡോയിൽ പേസ്റ്റ് ചെയ്യുക. ഇത് രണ്ടും നമുക്ക് അൺഡു ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്ന് തന്നെ നമുക്ക് കിട്ടും. Ctrl+V എൻ്റർ ചെയ്യുമ്പോൾ ഇത് നേരത്തെ ഇപ്പം കറക്റ്റ് കോപ്പി പേസ്റ്റ് ആയില്ല എന്ന് തോന്നുന്നു കേട്ടോ. അതൊന്നുകൂടെ നോക്കാം. നമ്മളിത് കറക്റ്റായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തില്ല എങ്കിലും പ്രശ്നമാണ്. ഓക്കെ, കോപ്പി ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എൻ്റർ കൊടുക്കുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വന്നു, കാരണം അവിടെ ഇൻപുട്ട് കമാൻഡ് തന്നെയാണ് നൽകിയിട്ടുള്ളത് x³. പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഓക്കെ. അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്, ടൈപ്പ് ചെയ്യാൻ ചില കുട്ടികൾക്ക് കേട്ടോ. അതാണ് ക്യാപിറ്റൽ A = A,0, B = A,f(a). ഇത് ടൈപ്പ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്താണ് സെലക്ട് ചെയ്തല്ലേ, എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ജിയോജിബ്ര വിൻഡോയിൽ കൊണ്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. കണ്ടോ, ക്യാപിറ്റൽ A = A,0 വന്നില്ലേ, x ആക്സിൽ ഒരു പോയിന്റ്. ഇതുപോലെ അടുത്തത് ടൈപ്പ് ചെയ്താണ് പലരും തെറ്റിക്കുന്നത്, A,f(a). അതും യാതൊരു പ്രശ്നമില്ല. ഇതേപോലെ സെലക്ട് ചെയ്യുക, ദെൻ എന്താണ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇത്തരത്തിൽ നമുക്ക് ഇൻപുട്ട് ബാറിൽ കമാൻഡ് ടൈപ്പ് ചെയ്യാതെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഒത്തിരി ലാബ് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഡൊമൈൻ ആൻഡ് റേഞ്ച് ആയാലും അതുപോലെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ, അതിലൊക്കെ ഈ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പഴയ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്താൽ മതിയാകും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ എന്താണ് ഒരേ സമയത്ത് ജിയോജിബ്ര വിൻഡോയും കാണണം, ക്വസ്റ്റ്യൻ പേപ്പറും കാണണമെന്നിരിക്കട്ടെ. അപ്പൊ ജിയോജിബ്ര വിൻഡോയും ക്വസ്റ്റ്യൻ പേപ്പറും കാണാം. അപ്പൊ ഇതിനെന്ത് ചെയ്യുക, ഒന്ന് മിനിമൈസ് ചെയ്തൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള മെത്തേഡൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് ഇതേപോലെ എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ മേളിൽ കൊണ്ടുപോയി ഇതിനെ മൂവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ ഒരേ സമയം ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനൊക്കെ ഉള്ള നേട്ടമുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുകയും ചെയ്യാം, ഒപ്പം അവിടെ എന്താണ് സ്ക്രീൻ ചെറുതാക്കി നമുക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇതിങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് മൂവ് ചെയ്യാൻ വേണ്ടി എന്താണ് ഇവിടെ മേളിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് കണ്ടോ വരച്ചിങ്ങോട്ട് നീട്ടാം. ഈ സൈഡ് ആണെങ്കിൽ ഈ സൈഡ് വെക്കാം, ഈ സൈഡ് വെക്കാം, താഴോട്ട് വെക്കാം, വലുതാക്കാം. അല്ല, ഇതിനെ വീണ്ടും നമുക്ക് വലുതും ചെറുതും ഒക്കെ ആക്കാം കേട്ടോ. അതായത് ഇവിടെ കർസർ കൊണ്ടുവച്ചിട്ട് അതിനെന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വലുതും ചെറുതും ഒക്കെ ആക്കി മാറ്റാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ മോഡൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ പബ്ലിക് എക്സാമിനേഷൻ ആദ്യമായി പോയിരുന്ന് അത്തരത്തിലുള്ള കളികളൊന്നും കളിച്ച് കളയരുത് അല്ലേ. അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതിനെയൊക്കെ വരച്ചത് ഇപ്പോൾ മാക്സിമം ചെറുതായിട്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ ഓൺലൈൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ എന്ന് പറയാൻ സാധിക്കത്തില്ല, സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് എക്സാമിനേഷൻ ചെയ്യുമ്പോഴുള്ള നേട്ടങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രീ മോഡൽ എക്സാമിനേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ആത്മവിശ്വാസത്തോടുകൂടി പബ്ലിക് എക്സാമിനേഷൻ എഴുതാം. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിക്ക് ചെയ്യുക, ഉടൻ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വരും. ഓരോ ലാബായിട്ട് ചെയ്ത് പോവുക. ടൈമറൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ പ്രശ്നമല്ല. നിങ്ങൾക്കറിയാം 3 മണിക്കൂറാണ് സമയം. അതൊന്നും വേണ്ട, ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂർ കൊണ്ട് ലാബ് ചെയ്ത് തീർക്കാൻ സാധിക്കും. നിങ്ങൾ 10ാം ക്ലാസ്സിൽ IT എക്സാമിനേഷൻ എഴുതിയ കുട്ടികളാണ്, ചെയ്ത കുട്ടികളാണ്. അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻ അത് മാത്രം നോക്കിയാൽ മതി. യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.